ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതും. അപ്പം ഇവരെന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം, എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരിക്കലും ഒരു 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസമാണെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. കാരണം ദ ഡാർക്ക് ഏജ്, ജാഹിലിയ കാലഘട്ടം, ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരെ ജീവനോടെ കുഴിച്ചു മൂടുക. ഈ കാലഘട്ടത്തിലോട്ടായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ഈ ഒരു അന്ധത നിറഞ്ഞ കാലഘട്ടത്തിലൂടെ ഹബീബായ തങ്ങൾ വന്നിട്ട് പറയാണ്, നിങ്ങൾക്കൊരു 3 പെൺകുട്ടിയെ നിങ്ങൾക്ക് നല്ല പോലെ നോക്കി വളർത്താൻ നിങ്ങൾക്ക് കഴിയോ? അതിനുള്ള വിദ്യാഭ്യാസം, ആ കുട്ടിക്കുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയോ? നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് ഹബീബായ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പെൺകുഞ്ഞ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അവരെ വളർത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അവരെ അപമാനിക്കരുത്, അത് വലിയൊരു പാപമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ മൂല്യത, അവരുടെ പവിത്രത ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് ഉയർത്തി കാണിച്ചു തരികയാണ്. മാത്രമല്ല, നമ്മൾ ചെറിയ മദ്രസയിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്, ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗമെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, സ്ത്രീകൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എത്രത്തോളം മഹത്വം കൊടുക്കുന്നുണ്ട് എന്ന്. പിന്നെ ഇസ്ലാമിലോട്ട് നിങ്ങൾ ആരെയും ക്ഷണിക്കണമെന്നില്ല. ഇസ്ലാമിൽ നിന്ന് നിങ്ങൾക്ക് പോകാം, ഇസ്ലാമിലോട്ട് വരാം. പക്ഷെ ഇസ്ലാമിലോട്ട് കടന്നു വന്നാൽ ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങൾ, നിയമങ്ങൾ, അത് ഞങ്ങൾ അനുസരിക്കണം. ഏതുപോലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ യൂണിഫോം ധരിക്കണം, അതുപോലെ കൃത്യസമയത്തിന് എത്തണം, അങ്ങനെ കുറച്ച് നിയമങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇസ്ലാമിലും നിയമങ്ങളുണ്ട്, അത് ഞങ്ങൾ അനുസരിക്കണം. അത് ഏത് മതത്തിലായാലും അതുപോലെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കല്, ആ ദീന് പറയല്, എന്താ പറയുക, ആ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കല് അത് നമ്മുടെ ബാധ്യതയാണ്. അതൊന്നും നമ്മൾ ചെയ്യൂല, ഇത് ചെയ്യൂല, തട്ടടൂല, ഒരു മുടി കാണുന്നതിലൂടെ പോകുന്ന വിശ്വാസമാണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. അത് അവരുടെ ബുദ്ധിയില്ലായ്മ, വിവരമില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുപോലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ്, ഇതുപോലുള്ള ചാനലുകള്, ഇതുപോലുള്ള കോളേജ് വിദ്യാർത്ഥികളെ സ്ത്രീകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഉദ്ദേശം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിനെ തകർക്കാൻ ധാരാളം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഇസ്ലാമിനെ തകർക്കാനേ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയൂല്ല. അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക.